കേരള സാഹിത്യ അക്കാദമി സംഘടിപ്പിച്ച സാർവദേശീയ സാഹിത്യോത്സവമായിരുന്നു കഴിഞ്ഞ 3-4 ദിവസമായി തൃശ്ശൂരിന് ആഘോഷമായത്. ഇന്ന് പരിപാടി സമാപിക്കുകയാണ്. 17-ാം തീയതി ഉദ്ഘാടനം ചെയ്യപ്പെട്ട സാഹിത്യോത്സവത്തിൽ 3 വേദികളിലായി സാഹിത്യത്തിന്റെ വിവിധ മേഖലകളെ സ്പർശിക്കുന്ന വ്യത്യസ്തങ്ങളായ സെഷനുകൾ നടന്നു. ജോസിൽ സെബാസ്റ്റ്യൻ നമ്മളോടൊപ്പം ചേരുകയാണ് സാഹിത്യോത്സവ വേദിയിൽ നിന്ന്. അപ്പോൾ പ്രേക്ഷകരെങ്കിലും ചിന്തിക്കുന്നുണ്ടായിരിക്കും, ജോസിലിന് എന്താണ് ഇടുക്കിയിൽ നിന്ന് നമ്മുടെ പൂരനഗരിയിലെ സാഹിത്യോത്സവ വേദിയിൽ കാര്യമെന്നല്ലേ? ജോസിൽ നാട്ടിലെ അറിയപ്പെടുന്നൊരു കവിയാണ്, സാഹിത്യകാരനാണ്, അക്ഷരപ്രേമിയാണ് അല്ലേ ജോസിലെ? മനു, ഈ നല്ല വാക്കുകൾക്ക് നന്ദി. ഏതായാലും അല്ല, നന്ദി പറയണ്ട, ഞാൻ കാണാറുണ്ട് ജോസിന്റെ എഴുത്തും വായനയൊക്കെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അക്കാദമി തീർച്ചയായും അങ്ങനെ ഒരു അസുഖവും കൂടെ ഉണ്ട് നമുക്ക്. അതുകൊണ്ടാണല്ലോ ഇത്തരം പരിപാടികളൊക്കെ വരുമ്പോൾ നമ്മളെ ഈ ഡ്യൂട്ടി ഏൽപ്പിച്ച് വിടുന്നത്. ഇപ്പം സ്കൂൾ കലോത്സവമാണെങ്കിലും അതുപോലെ തന്നെ ഈ സാഹിത്യ പരിപാടികളൊക്കെ ആണെങ്കിലും അത് സന്തോഷം മാത്രമാണുള്ളത്. ഇത്തരം പരിപാടികൾ റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന അവസരങ്ങൾ, ഒപ്പം തന്നെ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളെ കണ്ടുമുട്ടാൻ കൂടിയുള്ളൊരു അവസരമായിട്ട് ഇതിനെ ഞാൻ കാണുകയാണ്. ഈ എഴുത്തുമായി ബന്ധപ്പെട്ട് ഇപ്പം ഇവിടെയുള്ള എല്ലാവരും, സച്ചിമാഷാണെങ്കിലും അതുപോലെ തന്നെ അശോകൻ മാഷാണെങ്കിലും ഇവിടെയുള്ള സാഹിത്യ അക്കാദമിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ ആളുകളും വ്യക്തിപരമായിട്ടും എനിക്കും നല്ല ആത്മബന്ധമുള്ള ആളുകളാണ്. അവരൊക്കെ ആയിട്ട് വീണ്ടും ചേർന്ന് ഒരു വാർത്താ റിപ്പോർട്ടിങ്ങും പ്രവർത്തനങ്ങളും ഒക്കെ നടത്താൻ പറ്റുന്ന എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായും വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഏതായാലും ഇന്ന് ഈ സാഹിത്യോത്സവം സമാപിക്കുകയാണ്. വളരെ പ്രൗഢഗംഭീരമായി നടത്തിയ ഒരു പരിപാടിയായിരുന്നു. കേരളത്തിന് അകത്തും പുറത്തുമുള്ള വിദേശത്തു നിന്നടക്കമുള്ള ധാരാളം ഫാക്കൽറ്റികൾ വന്ന് സംസാരിക്കുകയും അവരോടെല്ലാം വളരെ ക്രിയാത്മകമായി സംവദിക്കുന്ന ഒരു കൂട്ടം ആളുകളെ, കാണികളെ കൊണ്ട് എത്തിക്കാൻ ഈ പരിപാടിക്ക് സാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഈ എഴുത്തും വായനയൊക്കെ കുറഞ്ഞു വരുന്നു എന്ന് പലരും പരിതപിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആയിരക്കണക്കിന് ആളുകളാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട് ഈ കേരള സാഹിത്യ അക്കാദമിയിലേക്ക് ഒഴുകിയെത്തിയത്. ഏതായാലും ഇതൊരു വലിയ വിജയമായി മാറിയിരിക്കുകയാണ്. ഈ വിജയത്തിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് ഒരു കൂട്ടായ പ്രവർത്തനമാണത്. സച്ചിദാനന്ദൻ മാഷാണെങ്കിലും സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറി അടക്കമുള്ള എല്ലാവരുടെയും പ്രവർത്തനങ്ങളുടെ ഒരു തുടർച്ചയായിട്ടാണ് ഇപ്പോൾ നമുക്ക് ഒപ്പം കേരള സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറി CP അബൂബക്കർ മാഷ് ചേരുകയാണ്. ഇതിന് വളരെ നേതൃത്വം കൊടുത്ത മനുഷ്യനാണ്. എന്താണ് ഈ വിജയത്തിൻ്റെ പിന്നിലെന്നാണ് അങ്ങേക്ക് പറയാനുള്ളത്? 3 കാര്യങ്ങളുണ്ട്. 3 കാര്യങ്ങളാണ് ഇതിൻ്റെ വിജയത്തിൻ്റെ അടിസ്ഥാനം. ഒന്ന്, കുറ്റമറ്റൊരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാം തയ്യാറാക്കിയത് സമ്പൂർണ്ണമായി അക്കാദമി പ്രസിഡന്റ് സച്ചിദാനന്ദൻ മാഷാണ്. രണ്ടാമത്തത് കൂട്ടായ പ്രവർത്തനമാണ്. കൂട്ടായ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള അക്കാദമിയിലെ ജീവനക്കാരുടെ 50ഓളം വരുന്ന ജീവനക്കാരുടെ ഒന്നിച്ചുള്ള പ്രവർത്തനമാണ്. മൂന്നാമത്തത് ഈ പ്രവർത്തനത്തിനാവശ്യമായി ഞങ്ങൾ നടത്തിയിട്ടുള്ള പ്രവൃത്തി വിഭജനമാണ്. ഈ പ്രവൃത്തി വിഭജനം കാരണം എല്ലാ അംശങ്ങളും ഇത്തരമൊരു പരിപാടി നടത്തുന്നതിനാവശ്യമായ എല്ലാ ഘടകങ്ങളും ശ്രദ്ധിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഏതെങ്കിലും ഒരു കാര്യം വിട്ടുപോയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഞങ്ങൾ ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് ഗ്രൂപ്പിനെ റെൻ്റ് ചെയ്തിട്ടുണ്ട്, ട്രിവി എന്ന് പറയുന്ന ഗ്രൂപ്പിനെ. അവർ ഗസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഗസ്റ്റുകളുടെ യാത്രയും അവരുടെ താമസവുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമാണ് അവരേറ്റെടുത്തത്. മറ്റെല്ലാ കാര്യങ്ങളും അക്കാദമിയിലെ ജീവനക്കാരാണ് ചെയ്തത്. അക്കാദമിയിലെ ജീവനക്കാരെ അഭിനന്ദിക്കാതെ ഇതിൻ്റെ വിജയത്തിനെ ആഘോഷിക്കാൻ ഒരു കാരണവശാലും കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. ഇതിൻ്റെ വിജയത്തിൻ്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത് സ്വദേശത്തും വിദേശത്തുമുള്ള ധാരാളം ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതൊരു സാർവദേശീയ സാഹിത്യോത്സവം എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഈ സാർവദേശീയ കാഴ്ചപ്പാട് അത് അതിൻ്റെ കണ്ടന്റുകൾക്കകത്താണെങ്കിലും അതുപോലെ തന്നെ ഈ ഫാക്കൽറ്റികളുടെ കാര്യത്തിലാണ് ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? സാർവദേശീയ സാഹിത്യോത്സവമായിട്ടാണ് തീരുമാനിച്ചത്. ILFK എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷിലെ അബ്രിവിയേഷൻ. ആ നിലക്കാണ് ഇത് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇൻ്റർനാഷണൽ ഫാക്കൽറ്റി അല്പം കുറവാണ്. ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ കാരണം. ഇതിന് ഫണ്ടൊന്നും കിട്ടിയില്ല. ഗവൺമെൻറ്റിൽ നിന്ന് ഞങ്ങൾക്ക് ഫണ്ട് ഇതിന് കിട്ടിയിട്ടേ ഇല്ല. ഇവിടെയുള്ള ദൈനംദിന പ്രവർത്തനത്തിന് തരുന്ന പൈസയിൽ നിന്ന് എടുത്തിട്ടാണ് ഈ പ്രവർത്തനം ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെയുള്ള ജീവനക്കാരെ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കുന്നത്. ജീവനക്കാരുടെ പരിശ്രമമില്ലായിരുന്നുവെങ്കിൽ വളരെ പരിമിതമായ വിഭവത്തിനകത്ത് നിന്നുകൊണ്ട് ഇത്രയും വിപുലമായൊരു പരിപാടി നടത്താൻ കഴിയുകയില്ലായിരുന്നു. എനിക്ക് തോന്നുന്നത് ഏതാണ്ട് 60-ലേറെ പരിപാടികൾ നടത്തിയിട്ടുണ്ടാകും. 60-ലേറെ പരിപാടികൾ, സംഭാഷണങ്ങൾ, സംവാദങ്ങൾ, പ്രഭാഷണങ്ങൾ. അതുകൂടാതെ 4 ദിവസമായിട്ട് 5 കലാപരിപാടികൾ നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ കൂടി നടത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇവിടുത്തെ ജീവനക്കാരാണ്. എനിക്ക് ജീവനക്കാരെ എത്ര അഭിനന്ദിച്ചാലും മതിയാവുകയില്ല എന്നുള്ളതാണ്. ഷാജഹാൻ താജ്മഹൽ പണിതു എന്നാണ് പറയുക, പക്ഷേ പണിത് തൊഴിലാളികളാണ്.
അത് മാഷെ, അതോടൊപ്പം തന്നെ ഇവിടെ വന്ന ഈ കാണികൾ പോലും അവർ കൃത്യമായി ഈ വിഷയങ്ങളെല്ലാം ഇടപെടുന്ന സംവദിക്കുന്ന ഒരു കാഴ്ച കണ്ടു. അപ്പോൾ ഈ വന്ന ഫാക്കൽറ്റികൾക്കൊപ്പം തന്നെ ഈ വരുന്ന ആളുകൾ എത്രമാത്രം ഈ എഴുത്തും വായനയുമായി ബന്ധമുള്ളവരാണ് എന്നുള്ളത് അത് തെളിവാക്കുന്നതാണ്. ഞങ്ങൾ പ്രതിനിധികളെ രജിസ്റ്റർ ചെയ്യുകയാണ് ചെയ്തത്. ഇതിൻ്റെ പ്രതിനിധികളെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്യാത്ത ആളുകൾക്കും ഇതിൽ പങ്കെടുക്കാമായിരുന്നു. 600 പേർ 650 പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 500 രൂപ ഫീസ് തന്നിട്ട് 650 പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവർക്ക് ഞങ്ങൾ ഇവിടെ തുച്ഛമായ റിവാർഡ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഒരു ചെറിയ കിറ്റ്, ഉച്ചനേരത്തെ ഭക്ഷണം, ഇത് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഈ വരുന്ന ആളുകളെല്ലാം തന്നെ സാഹിത്യത്തിൽ സജീവ താല്പര്യമുള്ള ആളുകളാണ്. നല്ല വായനക്കാരാണ്, എഴുത്തുകാരാണ്, അല്ലെങ്കിൽ വായിക്കുന്നില്ലെങ്കിൽ പോലും സാഹിത്യത്തിൽ താല്പര്യമുള്ളൊരു വിഭാഗമുണ്ട്. സാഹിത്യത്തിൻ്റെ സ്വാധീനത്തിനെ സംബന്ധിച്ച് കൃത്യമായി അറിയുന്ന ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗമാണ് ഇവിടെ വന്നിട്ടുള്ളത്. അവർ കേരളത്തിൽ നിന്ന് മാത്രമല്ല വന്നത്, ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും വന്നിട്ടുണ്ട്. മറ്റ് പ്രദേശങ്ങളിലെ ആളുകളും വന്നിട്ടുണ്ട്, മറ്റ് രാജ്യങ്ങളിലെ ആളുകളും വന്നിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു വിജയം എന്നാണ് വിചാരിക്കുന്നത്. ഈ പ്രതിനിധികൾ വളരെ കമ്മിറ്റഡായിരുന്നു, വളരെ കമ്മിറ്റഡായ പ്രതിനിധികൾ. അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് ഹാളുകളിൽ ചെന്നിരിക്കാനുള്ള ഒരു വിവേചന ബുദ്ധി കാണിച്ചിട്ടുള്ള ആളുകളാണ്. എല്ലാ ഹാളുകളും നിറഞ്ഞ് കവിഞ്ഞാണ് ഉണ്ടായിരുന്നത്. രാവിലെ തുടക്കത്തിൽ മാത്രമാണ് ചെറിയൊരു ലീൻ അറ്റൻഡൻസ് ഉണ്ടായിരുന്നത്. ബാക്കി എല്ലാ സന്ദർഭങ്ങളിലും നന്നായിട്ട് നിറഞ്ഞു കവിഞ്ഞ ഓഡിയൻസാണ് എല്ലാ വേദിയിലും. തീർച്ചയായിട്ടും സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറി CT അബൂബക്കർ മാഷ് പറഞ്ഞതുപോലെ തന്നെ ജീവനക്കാർ, അതോടൊപ്പം തന്നെ ഇവിടേക്ക് ഒഴുകിയെത്തിയ ആയിരക്കണക്കിന് ആളുകൾ, ഇപ്പോൾ മാഷ് പറഞ്ഞതുപോലെ തന്നെ 650 പേർ 500 രൂപ രജിസ്റ്റർ ചെയ്ത ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പേര് രജിസ്റ്റർ ചെയ്ത് ഈ പരിപാടിയിൽ എല്ലാ ദിവസവും പങ്കെടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെയാണ് ഈ രജിസ്റ്റർ ചെയ്യാതെ തന്നെ ഇവിടേക്ക് ഒഴുകിയെത്തി ഈ പരിപാടികൾ കേൾക്കുന്നതിന് ഒപ്പം തന്നെ ഇവിടെ ഓരോ, ഇപ്പം സച്ചിദാനന്ദൻ മാഷിൻ്റെ സെക്ഷൻ ആണെങ്കിലും, അതുപോലെ തന്നെ അശോകൻ ചെരുവിൽ, അതുപോലെ തന്നെ സാറാ ജോസഫ്, M മുകുന്ദൻ അടക്കമുള്ള, അതുപോലെ മന്ത്രിമാരടക്കമുള്ള, അതുപോലെ തന്നെ പത്രപ്രവർത്തകരായിട്ടുള്ള ആളുകൾ, എല്ലാ വിഷയങ്ങളും, സമൂഹത്തെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളിലും ഇവിടെ ചർച്ചകൾ നടന്നിട്ടുള്ളതാണ്. അത് ദളിത് വിഷയങ്ങളാണെങ്കിലും, അതുപോലെ ട്രാൻസ്ജെൻഡർ വിഷയങ്ങളാണെങ്കിലും, സ്ത്രീ വിഷയങ്ങളാണെങ്കിലും, കുട്ടികളുടെ വിഷയമാണെങ്കിലും, അങ്ങനെ സമൂഹത്തെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളിലും ഇവിടെ സാഹിത്യവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും ചർച്ച നടന്നു എന്നുള്ളതാണ് ഈ സാഹിത്യോത്സവത്തെ വ്യത്യസ്തമാക്കുന്നത്. അങ്ങനെ ഈ ഒരു കാലഘട്ടത്തിന് ഇന്നലെ NS മാധവൻ പറഞ്ഞ എൻ്റെ സംഭാഷണത്തിലടക്കം ഈ ബീഹാറിൽ വോട്ടർ ലിസ്റ്റിൽ നിന്ന് ആളുകളെ മാറ്റുന്ന അടക്കമുള്ള കാര്യങ്ങൾ, അങ്ങനെ സമകാലികമായി രാജ്യം ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളടക്കം ഈ സാഹിത്യോത്സവത്തിൽ ഏറ്റവും പ്രമുഖരായ ആളുകളാൽ ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഈ സാഹിത്യോത്സവത്തിൻ്റെ വിജയമായി മാറുന്നത്. ഏതായാലും ഒരു കാലം ആവശ്യപ്പെടുന്ന രീതിയിലുള്ള ഒരു സാഹിത്യോത്സവം സംഘടിപ്പിക്കുവാൻ സാധിച്ചതിൽ സാഹിത്യ അക്കാദമി വിജയിച്ചു എന്ന് വേണം തന്നെ കരുതാൻ. മനു.